നിങ്ങൾ ഈ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആകാനും തുടങ്ങിയിട്ടുണ്ടേ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പിരിഞ്ഞത് കൊറോണയുടെ ഒരു 1.5 വർഷം മുന്നേ കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അങ്ങനെ എൻ്റെ കരിയറിൽ ബ്രേക്കൊക്കെ വന്നു. എനിക്കെവിടെയും ആരും ജോലി തരില്ല. ജോലി അന്വേഷിച്ചപ്പം നേഴ്സ് ആയതുകൊണ്ട് 6 മാസം ഒന്നുമില്ലാതെ ജോലി ചെയ്യണം. അതായത് വണ്ടിക്കൂലിക്ക് പോലും പൈസ തരാതെ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 6 മാസം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ പി ജിക്ക് ചേർന്നു കേട്ടോ. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡും അവരുടെ ആൾക്കാരും തീരുമാനിച്ചു ഞങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ട് 3000 രൂപ തന്നാൽ മതി. അതായത് അപ്പോൾ ആ സമയത്ത് ഇവരുടെ മരുന്ന് വാങ്ങിക്കാനും തികയില്ല, ഇവർക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണം, ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ചെറിയ മക്കളല്ലേ. പാൽ എങ്ങനെയാണ് രാവിലെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്യാനില്ലേ, ആ ക്യാനിനകത്ത് ബൈക്കിൽ ഒരാൾ കൊണ്ടുവരിക, ലൂസായിട്ട് നമ്മൾ മേടിക്കും. പാക്കറ്റ് പാലല്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ചിലർ 50 മേടിക്കും, 40 മേടിക്കുന്നവരുണ്ട്, 20 മേടിക്കും, നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് മേടിക്കാം. അപ്പം എനിക്ക് പൈസയൊന്നും ഇല്ല, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർക്ക് പാല് വാങ്ങിക്കാൻ നേരത്ത് ആൾക്കാർ കാണുമ്പോൾ നാണക്കേടാവില്ലേ, 10 രൂപയ്ക്കൊക്കെ പാല് വാങ്ങിക്കാന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ ആ സമയത്ത് എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ കൊടുത്തിട്ട് പാല് വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസമൊക്കെ കൊടുക്കും മക്കൾക്ക്. അങ്ങനെ കഷ്ടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ മിക്കപ്പോഴും തന്നെ ഞാൻ നടന്നായിരുന്നു പോകുന്നത്. എല്ലാ സ്ഥലത്തേക്കും തന്നെ നടന്നേ പോവുള്ളൂ, എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്തെല്ലാം. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ചെരുപ്പ് എപ്പോഴും പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ ഞാനൊരു ക്രോക്സ് ചെരുപ്പ് വാങ്ങിച്ചേ. എന്ന് വെച്ചാൽ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് എവിടെ പോയിട്ടുണ്ടെങ്കിലും എത്ര നാൾ കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഈ ക്രോക്സ് പൊട്ടില്ലല്ലോ. ആ ക്രോക്സ് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ഓർമ്മയ്ക്ക് വെച്ചേക്കുവാണേ. അങ്ങനെ ഓരോരോ കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എന്താ പറയുക, എന്നോട് എല്ലാവരും പറയും നീ തിരിച്ചു പോക്കോ, നീ തിരിച്ചു പോക്കോ, നീ തിരിച്ചു പോയിട്ട് നിൻ്റെ ഹസ്ബൻഡ് കൂട്ടത്തിൽ ജീവിക്കുക. അപ്പോൾ ഈ പാല് വാങ്ങിച്ച കഥ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 10 രൂപയ്ക്കൊക്കെ പാല് മേടിക്കുമ്പം ഒന്ന് ഈ നാട്ടുകാർക്ക് അന്നേരം ഒന്നും അറിയില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നോ, ഞങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടെന്നോ. അവർ നോക്കുമ്പം ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് പിള്ളേരെയും കൊണ്ട് ഇവിടെ ഇതേ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, പഠിക്കാൻ പോകുന്നു. അതൊരു ഇതാണ് അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് തൻ്റെ ഇടമില്ല പറഞ്ഞു നിൽക്കാനായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷയൊന്നും കൈവിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ ഞാൻ സഫർ ചെയ്തിട്ടുണ്ടേ. അങ്ങനെ ഞാൻ 2022 ആദ്യത്തെ ജോലിക്ക് കയറുന്നത്, ആ ഒരു സമയം വരെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പം എനിക്ക് എന്താ പറയുക 10 രൂപയ്ക്കല്ല 1 ലിറ്റർ അല്ല 10 ലിറ്റർ വേണമെങ്കിലും മേടിക്കാൻ പറ്റും ജോലി ഉള്ളത് കൊണ്ട്. പിന്നെ എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വയനാട്ടിൽ തന്നെ നല്ലൊരു പേര് കേട്ടൊരു സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ക്രോക്സിന് പകരം 2 ക്രോക്സ് എനിക്ക് വാങ്ങിക്കണം തോന്നിയാലും വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, ഒരു ഫുഡ് കഴിക്കാനായിട്ട്, ഒരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കൊതിച്ച കാലമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ പോയിട്ട് ഒരു കാര്യത്തിന് പോലും നമ്മുടെ അടുത്തില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താ അങ്ങനെയൊക്കെ, വീട്ടുകാർ സഹായിക്കില്ലേ? എൻ്റെ വീട്ടുകാർ പാവപ്പെട്ടവരായതുകൊണ്ടാണ് കുറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ എനിക്കറിയാം വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് എടുത്തു തരാനില്ലെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചോദിച്ചാലും എനിക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഡ്രസ്സാണെങ്കിലോ ഫുഡാണെങ്കിലോ അങ്ങനെയൊക്കെ. എനിക്ക് ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അവരിപ്പോൾ എൻ്റെ കൂടെ നിർത്തിയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻഷാ അള്ളാ പഠിച്ചോ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ മാറിപ്പോകും. ഞാനിപ്പോഴും എന്നിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എത്ര കഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മളിൽ വിശ്വസിക്കുമ്പോൾ ഇല്ലേ, നമ്മുടെ ലൈഫ് തീർച്ചയായിട്ടും മാറും. ഇപ്പോൾ ഞാൻ കോടിപതിയായി എന്നൊന്നുമല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും ഫുഡ് വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും പിന്നെ എൻ്റെ മക്കളെ നോക്കാനും ആരോടും ചോദിക്കാതെ പറ്റുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. ഇതൊന്നും പറ്റാതെ ഒരു കാലത്ത് ഞാൻ കരഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ആയില്ലേ. സോ സ്റ്റാർട്ട് ബിലീവിങ് യുവർ സെൽഫ്.